എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9/4/2023 ഹിന്ദു ന്യൂസ് റിവ്യൂ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. NCERT's ബ്ലൂ പെൻസിൽ ഓൺ ഹാർഷ് റിയാലിറ്റീസ്. NCERT's ബ്ലൂ പെൻസിൽ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ബ്ലൂ പെൻസിൽ എന്ന് ഉദ്ദേശിക്കുന്നത് സെൻസർഷിപ്പ് അല്ലെങ്കിൽ സെൻസർ ചെയ്യാന്നർത്ഥം, കട്ട് ചെയ്യാന്നർത്ഥം, ഒഴിവാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. NCERT's ബ്ലൂ പെൻസിൽ ഓൺ ഹാർഷ് റിയാലിറ്റീസ്. അഗ്രേറിയൻ ഡിസ്ട്രസ് ഇൻ വിദർഭ, പൊല്യൂഷൻ ഡെത്ത്സ്, class-based killings by police have been dropped from Class 11 Sociology textbook. Class 11 Sociology textbookൻ്റെ റിവിഷൻ വന്നതിന് ശേഷം NCERT എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ടോപ്പിക്സ് ഒഴിവാക്കി എന്ന് പറയുന്നു. അഗ്രേറിയൻ ഡിസ്ട്രസ്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഡിസ്ട്രസ്, ബുദ്ധിമുട്ടുകൾ വിദർഭയിൽ, മഹാരാഷ്ട്രയിലാണ്. പൊല്യൂഷൻ ഡെത്ത്സ്, ക്ലാസ് ബേസ്ഡ് കില്ലിങ്സ് ബൈ പോലീസ് ഹാവ് ബീൻ ഡ്രോപ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെഫറൻസ് ടു ദ വാട്ടർ ക്രൈസിസ് ഇൻ വിദർഭ റീജിയൻ ഓഫ് മഹാരാഷ്ട്ര വിച്ച് ലെഡ്സ് ടു അഗ്രേറിയൻ ഡിസ്ട്രസ്, death due to pollution in India and class-based killings by police have all been dropped from the newly printed National Council of Educational Research and Training NCERT textbooks. ഏതിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? സോഷ്യോളജി ടെക്സ്റ്റ് ബുക്ക്, അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി എന്ന് പറഞ്ഞ 11ാം ക്ലാസ്സിലെ സോഷ്യോളജി ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പുതിയ NCERT എഡിഷൻ ഈ പറയുന്ന സെൻസിറ്റീവ് ടോപ്പിക്സ് ഒക്കെ ഒഴിവാക്കിയിരിക്കുന്നത്. which revealed multiple instances of dropped topics. The culling of these topics was not declared in the public domain when the NCERT released the list of rationalized content last year. അപ്പോൾ ഇത് അത്ര എന്താ പറയുക, എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഈ പറയുന്ന സെൻസിറ്റീവ് ടോപ്പിക്സ് ആൾക്കാർ അറിയേണ്ട, അപ്പോൾ വിദർഭയിലെ വാട്ടർ സ്ട്രെസ്, അതുപോലെ തന്നെ അഗ്രേറിയൻ ഡിസ്ട്രസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ സെൻസർ ചെയ്തു എന്ന് അറിയില്ല. എന്തായാലും പുതിയ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതില്ല എന്നുള്ള ഒരു കാര്യം കൃത്യമായി പറയുകയാണ് ഹിന്ദുവിൻ്റെ ആദ്യത്തെ ന്യൂസ്. അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട വിഷുവുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. പാസഞ്ചേഴ്സ് ഷെൽ ഔട്ട് മോർ ടു റീച്ച് സ്റ്റേറ്റ് അഹെഡ് ഓഫ് വിഷു. അപ്പോൾ ടിക്കറ്റ് ഫെയർസ് ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് സ്റ്റേജ് കാരിയേഴ്സ് സീസ് എ സർജ്. അപ്പോൾ ഫ്ലൈറ്റ്സിൻ്റെ ടിക്കറ്റ്സ് പ്രൈസ് സർജ് ചെയ്യണം. സർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സഡൻ ഇൻക്രീസിനാണ് സർജ് എന്ന് പറയുക അല്ലേ. അപ്പോൾ കുറച്ച് ഡിമാൻഡുകൾ ഉണ്ടായിരുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റ്സും അഡീഷണൽ ഫ്ലൈറ്റ്സൊക്കെ ഉണ്ടാക്കണമെന്ന്, പക്ഷേ കൂടുതൽ വേണമെന്ന്, പക്ഷേ സെൻറ്റർ അതിന് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലാമിംഗ് എന്നൊരു കാര്യം എന്ന് പറയുന്നത് COVID-19 കേസസ് ഫെറ്റാലിറ്റീസ് രജിസ്റ്റർ സ്റ്റഡി റൈസ് ഇൻ സ്റ്റേറ്റ്. അപ്പോൾ കേരളത്തിൽ കോവിഡ് റൈസസ് വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു, വളരെ സഡൻ ആയിട്ടുള്ളൊരു സർജ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ആക്റ്റീവ് കേസസ് ക്രോസ് 10,000 മാർക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ 189 ഡേയ്സ്. 189 ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ് 10,000 മാർക്കിലെത്തുന്നത് ഇൻഫെക്റ്റഡ് കേസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഷ്വാലിറ്റീസ്. ക്ലോസ് ടു 2,000 ന്യൂ കേസസ് എവറി ഡേ ഫോർ 4 days. ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ഓക്സിജൻ റിക്വയർമെൻറ്റ്സ് എറ്റ് ടു സെൻറ്റിനി അലാം ബെൽസ് റിങ്. അപ്പം വലിയ ബുദ്ധിമുട്ടുകളില്ലെങ്കിലും ഈ പറഞ്ഞ ആക്റ്റീവ് കേസസ് 10,000 എത്തുന്നത് ഈ 159 ദിവസത്തിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞത്. ഡ്രിവൺ ബൈ ദ ഒമിക്രോൺ സബ് ലീനിയേജസ് predominantly XBB1, XBB 1.9.1 and XBB 1.1.6. COVID-19 cases have been showing a significant spike in the state for the past 2 weeks. 2 ആഴ്ചയായിട്ട് കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. അലാമിംഗ് ആണ്, കാരണം ഈ പറഞ്ഞ പ്രായമായവർക്കും അതുപോലെ തന്നെ ഓക്സിജൻ റിക്വയർമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി അലാമിംഗ് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നു. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിനെ കുറിച്ച് പറഞ്ഞൊരു റിമാർക്കാണ് അടുത്തത്. വെൻ തമിഴ്നാട് ഗ്രോസ്, ഇന്ത്യ ഗ്രോസ്, സേസ് പ്രൈം മിനിസ്റ്റർ മോഡി. ഇനോഗ്രേറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് വർത്ത് more than 5,200 crore in Chennai. The Prime Minister says schemes will give a boost to development which will raise income levels in the state. ഇൻകം ലെവൽസ് കൂടാൻ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് സഹായിക്കുമെന്ന് പറഞ്ഞു. ആരാണ്? പ്രൈം മിനിസ്റ്റർ മോഡി. അടുത്തത് ട്രയൽസ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഓൺലി ഇൻ എക്സെപ്ഷണൽ കേസസ്. സുപ്രീം കോടതി പറയുകയാണ്, ഈ പറയുന്ന ഒരു സ്റ്റേറ്റിൽ, ഒരു ഹൈക്കോടതിയിൽ പെൻഡിങ് ആയിരിക്കുന്ന ട്രയൽ, അതിൻ്റെ വാദം അടുത്ത സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ കേസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആർബിട്രറി, അതായത് തോന്നിയ പോലെ മാറ്റാൻ പറ്റില്ല. ട്രയൽസ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഓൺലി ഇൻ എക്സെപ്ഷണൽ കേസസ്. അത്രയധികം എക്സെപ്ഷൻ ആയിട്ടുള്ള കേസ് നോർമൽ സ്റ്റാൻസസിൽ ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞു. ഡിക്ലൈനിങ് ദ പെറ്റീഷൻ ടു ട്രാൻസ്ഫർ എ കേസ് ഔട്ട് ഓഫ് വെസ്റ്റ് ബംഗാൾ, ദ ടോപ്പ് കോർട്ട് സെഡ് ദാറ്റ് ദ പവർ ടു ട്രാൻസ്ഫർ കേസസ് ഷുഡ് ബി യൂസ്ഡ് സ്പാരിംഗ്ലി ആൻഡ് ഓൺലി വെൻ ജസ്റ്റിസ് വാസ് അപ്പാരൻ്റ്ലി ഇൻ ഗ്രേവ് പെരിൽ. ഒരിക്കലും സാധാരണഗതിയിൽ അങ്ങനെ പാടില്ല, പക്ഷേ ഈ പറഞ്ഞ എക്സെപ്ഷണൽ കേസസിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്പാരിംഗ്ലി എന്നതിൻ്റെ അർത്ഥം എന്താ? സ്പാരിംഗ്ലി എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. The Supreme Court held in judgment that criminal cases under trial should be transferred from one state to another only in exceptional circumstances. Unnecessary shifting of cases would affect the morale of the state judiciary and prosecution agency. ആ സ്റ്റേറ്റിലെ പ്രോസിക്യൂഷൻ ഏജൻസി ഏതാണോ അതിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ജുഡീഷ്യറിക്കും അനാവശ്യമായിട്ടുള്ള ഒരു ഇമേജ് പ്രശ്നമാണ് എന്ത്, ഈ പറയുന്ന തോന്നിയ പോലെ കേസസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റുകളിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത്. അത് ഒരു സുപ്രീം കോടതിൻ്റെ ഡിക്ലറേഷൻ പോലെ പറയുന്നൊരു കാര്യമാണ്.
ഏതെങ്കിലും രീതിയിൽ തായ്വാൻ മറ്റൊരു രാജ്യമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചൈന വല്ലാതെ അഗ്രസീവായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ സായിസ് US വിസിറ്റ് പ്രോംസ് മിലിറ്ററി ഡ്രിൽസ് ബൈ ചൈന ഇൻ തായ്വാൻ സ്ട്രേറ്റ്. അപ്പോൾ തായ്വാൻ സ്ട്രേറ്റിൽ അഗ്രസീവായിട്ടുള്ള മിലിറ്ററി എക്സസൈസ് തുടങ്ങിയെന്നാണ് പറഞ്ഞത്. എന്താ കാരണം? തായ്വാനീസ് പ്രസിഡന്റ് പ്ലെഡ്ജസ് ടു വർക്ക് വിത്ത് US. തായ്വാനി പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ് US-ഉമായിട്ടും ലൈക്ക് മൈൻഡഡ് രാജ്യങ്ങളുമായിട്ടും എന്താണ് ഇങ്ങനെയുള്ള ഡിപ്ലോമസി മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിലുള്ള തായ്വാനീസ് പ്രസിഡന്റ് പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് തായ്വാൻ എപ്പോഴും ഒരു വൺ ചൈന പോളിസി പ്രകാരം ചൈനയുടെ ഭാഗമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കണമെന്നാണ്. ഏകദേശം 180 മുകളിൽ രാജ്യങ്ങൾ അങ്ങനെയാണ്. 12 രാജ്യങ്ങൾ മാത്രമാണ് തായ്വാനെ വേറെ തന്നെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നത്. ഇന്ത്യ പോലും ഏക ചൈന പോളിസി പ്രകാരം, വൺ ചൈന പോളിസി പ്രകാരം തായ്വാൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഭാഗമാണ് എന്ന് അംഗീകരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതല്ലാത്ത പക്ഷം അംഗീകരിക്കാത്ത രാജ്യങ്ങളോട് വളരെ അഗ്രസീവായിട്ടാണ് പെരുമാറുന്നത്. കഴിഞ്ഞ തവണ നാൻസി പെലോസി എന്ന് പറഞ്ഞ US സഭാ സ്പീക്കർ കഴിഞ്ഞ സെപ്റ്റംബറിൽ തായ്വാനെ സന്ദർശിച്ചിരുന്നു. അങ്ങനെ ഇൻഡിവിജ്വലായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തായ്വാനുമായിട്ട് പാടില്ല എന്നാണ് ചൈന പറയുന്നത്. അപ്പോൾ ചൈന അഗ്രസീവായിട്ടുള്ള മൂവ്സ് പുറപ്പെടുവിക്കുക, എപ്പോഴും അഗ്രസീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അഗ്രസീവായിട്ടുള്ള ഡ്രില്ലുകളൊക്കെ ചെയ്യും. കാരണം അത് ഒരു ചൈനയുടെ അഗ്രഷൻ. ചൈന ഒരിക്കലും അങ്ങനെ ഏക ചൈന പോളിസി പ്രകാരം അല്ലാതെ തായ്വാനെ വേറെ തന്നെ കാണണമെന്ന് താല്പര്യപ്പെടുന്ന രാജ്യമല്ല. ഇന്നലെ ഉണ്ടായ ന്യൂസാണ്, വിൽ പ്ലാറ്റ്ഫോംസ് ഹാവ് ടു ടേക്ക് ഡൗൺ ഫേക്ക് ന്യൂസ്. ഫേക്ക് ന്യൂസുമായി ബന്ധപ്പെട്ട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഫ്ലാഗ് ചെയ്യാൻ, ഫേക്ക് ന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത് ഫ്ലാഗ് ചെയ്യാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫേക്ക് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഫ്ലാഗ് ചെയ്യുന്ന ഒരു സിനാരിയോ ഇപ്പോൾ ഫ്ലാഗ് ചെയ്യുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ്. അത്രമാത്രം ഇപ്പോൾ തൽക്കാലം ഒരു എക്സാമ്പിളായിട്ട് അല്ല, ഒരു ഒബ്ജക്റ്റീവായിട്ട് ആലോചിച്ചാൽ മതി. അമെൻമെൻറ്റ്സ് ഓഫ് IT റൂൾസ് 2021 പ്രകാരമാണ് ഈ പറയുന്ന പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇങ്ങനൊരു ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു സെൻട്രൽ ഏജൻസി ഏൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഹെഡ്വിൻസ് ടു സ്ലോ ഇന്ത്യസ് GDP ഗ്രോത്ത്. പരേഖ് പറഞ്ഞിരിക്കുന്നത് ഗ്ലോബൽ ഹെഡ്വിൻസ്, അതായത് ഗ്ലോബൽ സ്ലോ ഡൗണിൻ്റെ റാമിഫിക്കേഷൻ എന്താണ് ഇന്ത്യയുടെ GDP ഗ്രോത്തിലും അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവും, സ്ലോ ഡൗൺ ചെയ്യുമെന്നാണ് പറയുന്നത്. സ്പോർട്സിൽ IPL ന്യൂസ് അല്ലാതെ കാര്യമായിട്ട് ന്യൂസൊന്നുമില്ല, അതുകൊണ്ട് IPL ന്യൂസ് പറയുന്നില്ല, കാരണം അതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ, ടേക്ക് കെയർ.